സാധാരണഗതിയിൽ മത്സരം നടക്കുമ്പോൾ ഇത്തരത്തിൽ ആരാധകർ വരുന്നതാണ്, പോകുന്നതാണ്. നേരത്തെ തന്നെ പ്ലാൻ ചെയ്യാമായിരുന്നു, നേരത്തെ തന്നെ കൂടുതൽ പോലീസിനെ എത്തിക്കാമായിരുന്നു. സർക്കാരിന് ഇതിൽ കൃത്യമായി മറുപടി നൽകേണ്ട അവസ്ഥ എന്തായാലും സർക്കാരിന് മുന്നിലുണ്ട്. കാരണം അവർക്കൊരു മാപ്പപേക്ഷയിലൊന്നും ഇത് ഒതുക്കാനാവില്ല. ഇന്ന് മന്ത്രി കരയുക ചെയ്തത്, ഡി കെ ശിവകുമാർ മാധ്യമങ്ങൾക്ക് മുന്നിൽ കരയുക ചെയ്തത്. ഞാൻ പറയുന്നത് കരയുകയല്ല ഒരു സർക്കാർ സംവിധാനം ചെയ്യേണ്ടിയിരുന്നത്. ഈ മുന്നൊരുക്കം എന്തുകൊണ്ട് നേരത്തെ നടത്തില്ല? അപ്പോൾ രുചിനെ പറഞ്ഞ പോലെ ജയിച്ചാൽ ഉറപ്പായും വിക്ടറി പരേഡ് നടത്തും. കാരണം 18 വർഷത്തെ കാത്തിരിപ്പാണ്. ഈ 18 വർഷത്തെ കാത്തിരിപ്പ് ആവേശമായി അണപൊട്ടി ഒഴുകും. അത് മാത്രമല്ല, ഇത്രയും താരങ്ങളെ കാണാൻ സൗജന്യമായ അവസരം ഒരുങ്ങുമ്പോൾ എല്ലാവരും ഓടിയെത്തും. ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് മരിച്ചവരെല്ലാവരും 40 വയസ്സിന് താഴെയുള്ളവരാണ്, കുട്ടികളാണ്, ചെറുപ്പക്കാരാണ്, ഈ ചെറിയ ചെറിയ ജോലികൾ ചെയ്യുന്നവരാണ്. അവർ ആവേശമാണ്. അവരാദ്യമായി ഇത്രയും വലിയൊരു വിക്ടറി പരേഡ് ബംഗളൂരിൽ നടക്കണം. ബംഗളൂരിൽ ഇതിനു മുമ്പ് ഇങ്ങനെ ഒരു വിക്ടറി പരേഡ് ഉണ്ടായിട്ടില്ല. മുംബൈ വാങ്കഡയിലാണ് നമ്മൾ അവസാനമായി വലിയ വിക്ടറി പരേഡ് കണ്ടത്. പക്ഷേ ബംഗളൂരിൽ ആദ്യമായി ഇത്രയും വലിയ പരിപാടി നടക്കുമ്പോൾ സ്വാഭാവികമായും ചെറുപ്പക്കാരായ ആരാധകർ മുഴുവൻ ഒഴുകിയെത്തും. അതിൽ കുട്ടികളുണ്ട്, സ്ത്രീകളുണ്ട്, അങ്ങനെ എല്ലാ തരത്തിലുള്ള ആളുകൾ ഒഴുകിയെത്തുന്നതിനെ നിയന്ത്രിക്കാൻ സർക്കാർ ഒരു മുന്നൊരുക്കം നടത്തിയിട്ടില്ല. ഒരു സർക്കാരും ഒരു വിഷയത്തെയും വികാരത്തിന് വിട്ടുകൊടുക്കരുത്.